ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പഴയ ലാപ്ടോപ്പൊക്കെ കേട് വന്ന് കിടക്കുന്നത്, അത് ഉപയോഗശൂന്യമായി കിടക്കുന്ന ആളുകളുണ്ടോ? എന്ത് ചെയ്യാന്ന് പറയുക. ചില ആളുകളൊക്കെ ലാപ്ടോപ്പൊക്കെ കിടന്നു കഴിഞ്ഞാൽ നേരെ ആക്രി കടകളിൽ കൊണ്ട് കൊടുക്കും. പക്ഷെ അതിനുള്ളിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരുപാട് സാധനങ്ങൾ, നമുക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങൾ. അതിൽ പ്രധാന ഒന്നാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. മറ്റൊന്ന് അതിനകത്ത് ഡി വി ഡി പ്ലെയറൊക്കെ ഉണ്ടെങ്കിൽ ഡി വി ഡി അതിന് കൂട്ടിയിട്ടൊക്കെ പറ്റും. ഡി വി ഡി ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. ഇന്നത്തെ കാലത്ത് ഡി വി ഡി പ്ലെയറിനൊന്നും ആവശ്യമില്ല. അത് പഴയ ടെക്നോളജിയാണ്. അപ്പോൾ എന്തായാലും അതിൽ ഹാർഡ് ഡിസ്ക്കാണ് പ്രധാന സാധനം. അതിൽ ഒരുപാട് ഡാറ്റ ഉണ്ടാവും, നമ്മുടെ സ്വകാര്യ ചിത്രങ്ങളും മറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് വേറൊരു കമ്പ്യൂട്ടറിലോട്ട് കോപ്പി ചെയ്യാൻ എന്താണ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരു മെമ്മറി കാർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിന് നമുക്ക് ആദ്യം വാങ്ങേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് ഹാർഡ് ഡിസ്ക് എൻക്ലോഷർ. ഇത് 3.0 ആണ് കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സാധനം. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 299 രൂപയാണ്. ഇതിൽ കൂടിയ വിലയുടെ സാധനങ്ങളുണ്ട്. ഇത് ട്രാൻസ്പെറൻറ്റ് കേസാണ്, അകത്ത് ഹാർഡ് ഡിസ്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഹാർഡ് ഡിസ്ക് ഒന്ന് ഊരി കാണിച്ചു തരാം. അങ്ങനെ ഇതിനകത്ത് വെക്കൽ എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെ ഇതിനകത്ത് വെക്കൽ എന്ന് കാണിച്ചു തരാം. ആദ്യം സ്ലൈഡിങ് ആണ് കേട്ടോ. ഊരുക, എന്നിട്ട് ഇതൊന്ന് ഉപയോഗിച്ചൊന്ന് പൊക്കി കൊടുക്കാം കേട്ടോ. അതൊന്ന് പ്രസ്സായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കേട്ടോ ഊരെടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഊരി. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഏകദേശം 320 GB ഹാർഡ് ഡിസ്ക്കാണിത്. അപ്പോൾ ഞാനിത് ഉപയോഗിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ അല്ല. കാരണം എൻ്റെ കയ്യിൽ വേറെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഇല്ല. പഴയതായിരുന്നു, കേടുവന്നത്. അതിൻ്റെ അകത്തുള്ള മെമ്മറി കാർഡ്, മെമ്മറിയാണ്, ഹാർഡ് ഡിസ്ക്കാണ് ഇത്. ഇപ്പോൾ ഞാനിത് ഉപയോഗിക്കാൻ പോകുന്നത് സ്മാർട്ട് ടി വിയിലാണ്, മെമ്മറി കാർഡിന് പകരം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉപയോഗിക്കുന്ന മെമ്മറി കാർഡ് 64 GB ആണ്. അപ്പോൾ അതിലധികം സീരിയസോ സിനിമകളൊന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാനോ കഴിയില്ല. അധികം 64 GB ആയതുകൊണ്ട് തന്നെ. എന്നാലും അത്യാവശ്യമൊക്കെ ചെയ്യും. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് സിനിമകളും സീരീസുകളൊക്കെ നമുക്ക് സ്റ്റോറേജ് ചെയ്ത് വെക്കും. ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് സിനിമകളും സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു കേസ് വാങ്ങിക്കുക ഞങ്ങൾ ആമസോണിൽ നിന്ന്. ഹാർഡ് ഡിസ്ക് എൻക്ലോഷർ എന്നതിൻ്റെ പേര് കേട്ടോ. സാറ്റ SSD ഹാർഡ് ഡിസ്ക് എൻക്ലോഷർ. ഇതിൻ്റെ ഈ ഭാഗം വരുന്നത് ഇതാണ് കേട്ടോ. USB പിന്നാണ് വരുന്നത്. നേരെ നമ്മൾ ടി വിയിലോ ലാപ്ടോപ്പിലോ ഉള്ള USB കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, കണക്ട് ചെയ്തിട്ട് അങ്ങനെ കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു സാധനം വെക്കുക. ഇവിടെ വെച്ചതിന് ശേഷം ഒന്ന് തള്ളി കൊടുക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇതാണ് സാധനം. ഇതിൻ്റെ ഈ ഭാഗം വരുന്നത് മൈക്രോ കേബിളാണ് കേട്ടോ. അതായത് മൈക്രോ സാറ്റ കേബിളാണ് വരുന്നത്. ഇത് കണ്ടോ, USB-C അല്ല കേട്ടത്. USB-C ആണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ വന്ന് സാറ്റ ഇതാണ്. ഈ ഒരു മൈക്രോ USB 3.0 ആണ്. നല്ല കേബിളാണ് കേട്ടോ. ഇത് നമുക്ക് ലാപ്ടോപ്പിൽ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ആയിട്ട് ഹാർഡ് ഡിസ്കായിട്ട് ഉപയോഗിക്കാം. ടി വിയിൽ ഉപയോഗിക്കാൻ പറ്റും, സിനിമ കാണാൻ പറ്റും, എല്ലാത്തിനും പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങൾ വീട്ടിൽ വെറുതെ കിടപ്പുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കേസൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ വീണ്ടും ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കോ അല്ലെങ്കിൽ മെമ്മറി കാർഡിനൊക്കെ പകരമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഇതൊരു ഫോണിലോട്ട് നമുക്ക് OTG ഒരു അഡാപ്റ്റർ വാങ്ങി കഴിഞ്ഞ് കുത്തി കഴിഞ്ഞാൽ ഫോണിൽ നിന്നും നമുക്ക് ഡാറ്റകളൊക്കെ ശേഖരിക്കാൻ പറ്റും. സിനിമകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇതിലോട്ട് കയറ്റി കഴിഞ്ഞാൽ നേരെ സ്മാർട്ട് ടി വിയിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും ഇതുപോലത്തെ കേബിളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അഭിപ്രായം വെച്ചൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.